പക്ഷേ അവരെവിടെ നിൽക്കുന്നു, നാം എവിടെ നിൽക്കുന്നു? പശ്ചിമ ബംഗാളിൽ മുസ്ലിങ്ങൾ എത്ര ശതമാനമുണ്ട്? നമ്മുടെ 3 മുസ്ലിങ്ങളുണ്ട് പശ്ചിമ ബംഗാളിൽ. അവിടുത്തെ ദയനീയമായ ചിത്രം അറിയണമെങ്കിൽ നമ്മൾ കാലത്ത് ഈ വടകര ടൗണിൽ ബസ് സ്റ്റാൻഡിൽ നമ്മളൊന്ന് അല്പനേരം നിന്നാൽ നമുക്കവിടെ ബോധ്യപ്പെടും. അവിടെയുള്ള ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അന്യദേശക്കാരായ തൊഴിലാളികളുമായി നമ്മളൊന്ന് സംവദിക്കുമെങ്കിൽ കശ്മീരിലെ മുസൽമാന്റെ ദയനീയമായ ചിത്രം അറിയാൻ, പശ്ചിമ ബംഗാളിലെ മുസൽമാന്റെ ദയനീയമായ പോയി നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണല്ലോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഉത്തർപ്രദേശിന്റെ മണ്ണ്. ആ ഉത്തർപ്രദേശത്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താ? ഒരു നടുക്കുന്ന ഓർമ്മ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. 1992 ഡിസംബർ 6 എന്ത് സംഭവിച്ചു? ഏകദേശം 450 കൊല്ലക്കാലം, 4.5 നൂറ്റാണ്ടുകാലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദിൽ സുജൂദിന്റെ ബാങ്കുലികൾ മുഴങ്ങിയെങ്കിൽ ആ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഫൈസാബാദിലെ ആ പ്രസിദ്ധമായ ആ പള്ളിയുടെ 3 താഴികക്കുടങ്ങളും പട്ടാപ്പകൽ സംഘപരിവാറിന്റെ ആളുകൾ വന്ന് മാസങ്ങൾക്ക് മുമ്പേ അവർ പ്രഖ്യാപിച്ചു, ഇന്ന മാസം, ഇന്ന ദിവസം, ഇന്ന മണിക്കൂറിൽ, ഇന്ന മിനിറ്റിൽ, ഇന്ന സെക്കൻഡിൽ ആ പള്ളിയുടെ 3 മിനാരങ്ങളും അടിച്ചിടിച്ച് ഞങ്ങൾ നിരപ്പാക്കുമെന്ന് പറയുകയും ആ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്കൻഡ് പോലും പഴക്കാതെ ആ പള്ളിയുടെ 3 മിനാരങ്ങളും അടിച്ചിടിച്ച് നിരപ്പാക്കി അതിന്റെ അടിക്കൽ വരെ എടുത്തത് ആ ഉത്തർപ്രദേശിന്റെ മണ്ണിലാണ്. നമുക്കറിയാം ആ പ്രദേശങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന്റെ ദയനീയമായ ചിത്രം. ഞാനിത് പറയുന്നത് നമ്മൾ അഹങ്കരിക്കാൻ വേണ്ടിയല്ല, എന്നാൽ നമ്മൾ കാര്യത്തിന്റെ സാഹചര്യം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തേ മലയാളക്കരയും ഈ പറഞ്ഞ പ്രദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ ബഹുമാന്യനായ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ വില അറിയണമെങ്കിൽ നമ്മളൊന്ന് പുറത്തോട്ട് പോയാൽ മതി. കേരളത്തിൽ നിൽക്കുന്ന മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ അഭിമാനകരമായ സാഹചര്യത്തെ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ ടാവട്ടത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടില്ല. നമ്മളൊന്ന് പുറത്തു പോകണം. തൊട്ടടുത്ത് നിൽക്കുന്ന തമിഴ്നാട്ടിലോ കർണാടകത്തിലോ പോയാൽ പോലും അവിടെയുള്ള മുസൽമാന്റെ ദയനീയമായ ചിത്രം എന്ത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഒരു ഫാത്തിഹ പോലും അറിയാത്ത ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, നമസ്കാരത്തിന്റെ ബാലബോധം പോലും അറിയാത്ത ആളുകളെ നമുക്ക് കാണണമെങ്കിൽ നമ്മളന്ന് ഈ നാടൊന്ന് വിട്ടുകൊണ്ട് ആ തമിഴ്നാട്ടിലേക്കൊന്ന് കയറിയാൽ, കർണാടകത്തിലേക്കൊന്ന് കയറിയാൽ നമുക്ക് ബോധ്യപ്പെടും. നിസ്കാരത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ആളുകൾ, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനപരമായ ചെറിയ സൂറത്തുകൾ പോലും അറിയാത്ത ആളുകൾ. ഞാനിത് അഭിമാനിക്കാൻ വേണ്ടി പറയുകയല്ല, അഹങ്കരിക്കാൻ വേണ്ടി പറയുകയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമ്മൾ മുന്നിലെത്തി? നമ്മൾ പരിശോധിക്കണം, പഠിക്കണം. എന്തുകൊണ്ടാണ് മലയാളക്കര മുമ്പിലെത്തിയത്? നമുക്കറിയാമല്ലോ, കേരളത്തിൽ മുസ്ലിങ്ങളുള്ളത് കേവലം 85 ലക്ഷമാണ്. മൊത്തം ജനസംഖ്യയിലെ 3/4 ഭാഗം മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്. 26-27% കഴിഞ്ഞ സെൻസസ് പ്രകാരം കേരളത്തിൽ മുസ്ലിങ്ങൾ ഉള്ളതെങ്കിൽ ആ 85 ലക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്ത് സംയുക്തമായ ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ 20 കോടി വരുന്ന മുസൽമാൻ സംയുക്തമായ ഘട്ടം നേരിട്ടപ്പെടുകയും അതിൽ നേതൃപരമായ പങ്കുവഹിച്ച് ഇന്ത്യയിലെ മുസൽമാന്റെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്നത് നമ്മുടെ ടാവട്ടത്തിലുള്ള ഈ കൊച്ചു കേരളമായിരുന്നു. നമുക്കറിയാമല്ലോ, ശരീഅത്തിന്റെ വിവാദമുണ്ടായ സന്ദർഭം, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ മുസൽമാൻ നേരിടുന്ന ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാബരി മസ്ജിദ് ഇഷ്യൂ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. NRC പോലെയുള്ള വിഷയങ്ങളെ നമ്മൾ സമീപകാലത്താണ് നേരിട്ടത്. ഈ മുസ്ലിം ഉമ്മത്തിനെ
തുടച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നപ്പോഴൊക്കെയും 20 കോടി മുസൽമാന്റെ 20-1 പോലുമില്ലാത്ത മലയാളക്കരയിലെ മുസ്ലിം ഉമ്മത്താണ് ഈ പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ഈ മുസ്ലിം ഉമ്മത്തിന്റെ മൊത്തമായ അവകാശത്തിന് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയത്. എന്തേ മലയാളക്കര വ്യത്യസ്തമായത്? എന്തേ ഈ ഒരു സാഹചര്യം മലയാളത്തിൽ ഉണ്ടാകാൻ അവസരമൊരുങ്ങിയത്? നമ്മൾ പഠിക്കണം, പരിശോധിക്കണം, താരതമ്യ പഠനം നടത്തണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് അതിന്റെ കാരണങ്ങൾ കോസ് കണ്ടെത്തിക്കൊണ്ട് ആ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് വരും കാലങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത്. കേരളത്തിന്റെ സമീപകാലത്ത് നമ്മുടെ കേരളീയ മുസ്ലിം ഉമ്മത്ത് വലിയൊരു അപകടത്തിന്റെ മുഖത്തേക്കാണോ നടന്നടുക്കുന്നതെന്ന് ദീനിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും നെഞ്ചു പടച്ചുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു സാഹചര്യം സമീപകാലത്ത് നമ്മുടെ മലയാളക്കരയിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. ഈ ഉമ്മത്ത് ഇവിധം മുന്നോട്ട് പോയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു സാഹചര്യം നമ്മൾ മുമ്പിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത വിഷയങ്ങൾ ഓരോന്നും നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മുടെ നാടിന്റെ സാഹചര്യത്തെ വിലയിരുത്തുന്നതാണ് ഇവിടെ സെലക്ട് ചെയ്യപ്പെട്ട ഓരോ വിഷയങ്ങളും. ഞാനും സലാം ഫൈസിയും ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ ബഹുമാന്യനായ മുസ്തഫ ഷഫീഖ് അപ്പുപടിയുടെ അദ്ദേഹത്തിന്റെ പ്രൗഢമായ പ്രസംഗം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ ഒരു സാഹചര്യം സുന്നത്ത് ജമാഅത്ത് നമ്മുടെ ഉസ്താദുമാരുടെ വേദികളിൽ പോലും തുറന്നു പറയേണ്ട, ഗൗരവത്തിൽ സൂചിപ്പിക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിന്റെ സൂചനയാണ് നൽകുന്നത്. അത് വലിയൊരു നാശത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് നമുക്കറിയാം, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഈ പുരോഗതി ഉണ്ടാക്കി തന്നത്. മറ്റു പറയുന്ന വിധത്തിന്റെ കക്ഷികളൊക്കെ എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് പഠിക്കുമ്പോൾ അവർക്ക് കാര്യമായൊന്നും സമുദായത്തിൽ സ്വാധീനം ചെലുത്താൻ ഇതുവരെ സാധ്യമായിട്ടില്ലെങ്കിൽ അപകടകരമായ തലത്തിലേക്ക് മലയാളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന് നടന്നടുക്കുന്നതിന്റെ ഭീകരമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം തന്നെ നമ്മൾ കണ്ടുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട ആദരവുള്ള ഉസ്താദുമാരാണ്. ഉസ്താദുമാർ ഗൗരവത്തോടുകൂടി വിഷയത്തെ കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട് ഈ പുരോഗതി ഉണ്ടായതിന്റെ ഏറ്റവും പ്രധാനം ഒന്ന് മുത്തുനബിയുടെ കാലഘട്ടത്തിൽ തന്നെ ദീനെത്തിയ നാടാണ് എന്ന സവിശേഷത നമുക്കുണ്ട്. അതോടൊപ്പം നമ്മൾ കാണേണ്ടത് 2 അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. എന്തേ മലയാളക്കര മുമ്പിൽ പോയത്? എന്തേ നമ്മുടെ നാട് മുന്നിലെത്താൻ കാരണം? എന്തേ ഇന്ത്യയിലെ 20 കോടി മുസൽമാന്റെ ഭാഗതയം നിർണ്ണയിക്കപ്പെടേണ്ട സന്ദർഭം വരുമ്പോ കേവലം 1 കോടിയിൽ താഴെയുള്ള മുസ്ലിം ഉമ്മത്തിന് അതിൽ നേതൃപരമായ പങ്കുവഹിക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോ 2 അടിസ്ഥാനപരമായ ഘടകങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു ചരിത്ര വിദ്യാർത്ഥിക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുകയാണ്. അതിലേറ്റവും പ്രധാനമായത് എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഉസ്താദുമാരാണ്. നമ്മളെയൊക്കെ അലിഫുബായും പഠിപ്പിച്ചതിന്റെ കഴിഞ്ഞുപോയ മഹാന്മാരായ ഉസ്താദ്മാർ. അല്ലാഹു തആല അവരുടെയൊക്കെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഈ മതകീയമായ ബോധം നൽകിയത് ഈ ഇരിക്കുന്ന ഉസ്താദുമാരുടെ മുൻകഴിഞ്ഞുപോയ ഉസ്താദുമാരാണ്. അവരുടെ ശ്രമത്തിന്റെ ഫലമായിക്കൊണ്ട വേണമെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെ മുമ്പിലെത്തിയെന്ന ചോദ്യം ചോദിച്ചാൽ നമുക്ക് അവിടെ ഉത്തരം പറയാൻ കഴിയും. നമ്മൾ സഞ്ചരിച്ചത് ഒരു മോട്ടോർ ബൈക്കിലാണ്. ആ 2 ചക്രമുള്ള മോട്ടോർ ബൈക്ക്, അതിൽ 1ാമത്തെ ചക്രം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയിലാണോ നിങ്ങൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ മേഖലയാണ്, മതവിദ്യാഭ്യാസത്തിന്റെ മേഖലയാണ് നമ്മുടെ പുരോഗതിക്ക് ഒന്നാമതായിക്കൊണ്ട് നിദാനമായിട്ടുള്ളത്. 2ാമത്തെ ചക്രമായി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് കേരളത്തിൽ മുസ്ലിങ്ങൾക്കുള്ള സംഘബോധമാണ്. ഈ സംഘബോധവും ഈ മത വിദ്യാഭ്യാസവും ഇത് രണ്ടും കിട്ടിയപ്പോ നമുക്കേറെ മുമ്പോട്ടെത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് 2 ചക്രമുള്ള ഒരു മോട്ടോർ ബൈക്കിലാണ് കേരളീയ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് നമുക്ക് മുന്നിലോടിയെത്താൻ സാധ്യമായത്. ഒന്നാമത് അടിസ്ഥാനപരമായി മതവിദ്യാഭ്യാസത്തിന് കൊടുത്ത നമ്മുടെ പ്രാധാന്യം. ഇത്രയേറെ മതവിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിച്ചൊരു സമുദായം കേരളത്തിൽ വേറെ കാണാൻ കഴിയില്ല.
ഇത്രയേറെ മനുഷ്യാധ്വാനം ചെലവഴിച്ചൊരു സമുദായം കേരളത്തിൽ വേറെ കാണാൻ കഴിയില്ല. അത്രയേറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മതവിദ്യാഭ്യാസ സംവിധാനത്തെ. ഒരുപക്ഷേ ഇന്ന് കോളേജുകൾ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ടാകാം. എന്നാലും അതിന്റെ പ്രാക്തന രൂപങ്ങളായ പള്ളി ദർസുകളും അതിനു മുമ്പത്തെ ഓത്തുപള്ളികളും ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുത്ത പ്രാധാന്യമാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഈ ഇസ്സത്തുണ്ടാക്കി തന്നത്. ഒന്നാമത്തെ ചക്രമായി നമ്മൾ അതിനെയാണ് കാണേണ്ടത്. അന്ന് ഇൽമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു, ഇൽമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു, ഇൽമിനു വേണ്ടി സർവ്വതും സമർപ്പിച്ചു. നമുക്കറിയാമല്ലോ, മുത്തനബിയുടെ കാലഘട്ടത്തിൽ തീരെത്തിയ അന്നു മുതൽ കഴിഞ്ഞുപോയ 14 നൂറ്റാണ്ട് കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം നമ്മൾ വിശകലനം ചെയ്താൽ അവിടെ പ്രാധാന്യപൂർവ്വം നമ്മൾ കാണുന്ന ഒരു സവിശേഷത ഇൽമിനോട് കാണിച്ച ആ പ്രതിബദ്ധതയാണ്. എന്തുമാത്രമാണ് നമ്മുടെ കഴിഞ്ഞുപോയ തലമുറ ഇത് സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടം നടത്തിയത്. ഇന്നത്തെ കാലത്തെ പോലെ സുഭിക്ഷതയില്ലാത്തൊരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. ആ കാലങ്ങളിൽ പോലും നമ്മുടെ നാടിൽ മതവിദ്യാഭ്യാസം പകർന്നു നൽകാൻ വേണ്ടി നമ്മുടെ പൂർവീകരായ നമ്മുടെ അയൽവീയങ്ങളും അതുപോലെ തന്നെ ഉമറാക്കളും കാണിച്ച ആ സമർപ്പണത്തിന്റെ അനന്തര ഫലമാണ്, അതിന്റെ സുഖമാണ് നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്ത് ഇന്ന് കാണുന്ന പുരോഗതിക്ക് നിദാനമായിട്ടുള്ളത്. ഇതിന്റെ സുഖം ഇപ്പൊ അനുഭവിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനക്കാരായ ആളുകൾ കൂടിയാണ്. എന്തുമാത്രം ഒരു പ്രതിബദ്ധതയാണ് നമ്മൾ കാണിച്ചത്. ഞാൻ ഓർത്തു പോകുന്നു, എന്റെ പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പടങ്ങോട് അബൂബക്കർ സാഹിബ്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പരലോക സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഭൗതിക മേഖലയിൽ ഏറെ സംഭാവന ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പടങ്ങോട് അബൂബക്കർ സാഹിബ്, ഒരിക്കൽ അദ്ദേഹം മരിക്കുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നോട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞത് ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുക. കഴിഞ്ഞുപോയ തലമുറ കാണിച്ച ദീനിയും ഇൽമിന്റെ സംരക്ഷണത്തിന് വേണ്ടി കാണിച്ചവരുടെ പ്രതിബദ്ധതയുടെ ആഴമറിയാം. അദ്ദേഹം അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, അന്ന് അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹം ദർസിൽ പോയൊരു സംഭവം പറഞ്ഞു. അദ്ദേഹം കമ്പളക്കാട് ദർസിലാണ് അത്രേ പോയത്. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് അന്ന് 8 or 10 വയസ്സ് മാത്രമാണുള്ളത് കമ്പളക്കാട് ദർസില്. അങ്ങനെ ഓതാൻ വേണ്ടി പോയ പടങ്ങോട് അബൂബക്കർ സാഹിബ് അങ്ങനെ ആ പള്ളിയിലെ ഉസ്താദിന്റെ കീഴിൽ ഓത്താരംഭിക്കുകയാണ്. ആദ്യത്തെ ദിവസം ചെന്നു. സ്വാഭാവികമായും നമുക്കറിയാം, ഇന്ന് പള്ളി ദർസുകളിലൊക്കെ കുട്ടികൾക്ക് മിക്ക പള്ളി ദർസുകളിലും ക്യാൻറ്റീൻ സംവിധാനം ഉണ്ടെങ്കിൽ പഴയ കാലത്ത് ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. വീടുകൾ താണ്ടി പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതും ദീർഘയാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം. എന്നിട്ട് പടങ്ങോട് അബൂബക്കർ സാഹിബ് പറഞ്ഞു, അദ്ദേഹം ആദ്യമായി ഓതാൻ പോയത് ഈ പള്ളിയിൽ ചെന്നപ്പോ ഉസ്താദ് ആദ്യത്തെ ദിവസം തന്നെ വീട് ഏൽപ്പിച്ചു കൊടുത്തു. ഉച്ചഭക്ഷണത്തിന് രാത്രിക്കുള്ള വീട് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കുട്ടി ആദ്യമായി ഉച്ചഭക്ഷണത്തിനുള്ള വീടുണ്ടായിരുന്നത് പള്ളിയിൽ നിന്ന് കുറെ അകലത്തായിരുന്നു അത്രേ. പഴയകാലം അങ്ങനെയാണല്ലോ. ഇന്ന് അടുത്തുകൂട്ടിയതുപോലെ വീടുകളുണ്ടെങ്കിൽ പഴയ കാലത്ത് ഒരു വലിയ പറമ്പ്, ഒരു വലിയ പറമ്പിനകത്ത് ഒരു വീടുകളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതോ ആവട്ടെ, ഈ കുട്ടിക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി സംവിധാനം ചെയ്തിരുന്നത് പള്ളിയിൽ നിന്നുകൊണ്ട് അല്പം അകലെയുള്ള വീട്ടിലായിരുന്നു. അങ്ങനെ ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ ചെന്നു. അങ്ങനെ വീട്ടിൽ ചെന്നു. അങ്ങനെ കുട്ടിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊലായിൽ വെച്ചു. നല്ല സുഭിക്ഷമായ ഭക്ഷണം. അന്നത്തെ സുഭിക്ഷത നമുക്കറിയാം. ഇന്ന് സുഭിക്ഷതയും അന്നത്തെ സുഭിക്ഷതയും തമ്മിൽ തട്ടിച്ചൊന്ന് പരിശോധിക്കാൻ പറ്റില്ലല്ലോ. വലിയ മാറ്റമുണ്ട്. അന്നത്തെ ഏറ്റവും മികച്ച ഭക്ഷണം കോലായിൽ വീട്ടുടമ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഈ കുട്ടി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കുട്ടി അവിടെ നിന്ന് ദ്വാ ചെയ്തിട്ട് പള്ളിയിലേക്ക് പോകും. ഈ ഭക്ഷണം കൊണ്ടുവച്ചപ്പോ കുട്ടി ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ആ വീട്ടിന്റെ ഉടമസ്ഥന ഭക്ഷണം കോലായി കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹം അടുക്കളയിലേക്ക് പോയി, വീടിനകത്തേക്ക് പോയി. ഈ കുട്ടി ഭക്ഷണം തീരുന്നത് വരെ ആ ആള് പുറത്തേക്ക് വന്നില്ല. കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പള്ളിയിൽ പോയി. പിറ്റേ ദിവസവും കുട്ടി ഉച്ചക്ക് ഭക്ഷണത്തിന് വേണ്ടി വന്നു. തലേ ദിവസത്തെ അതേ സംഭവം. വീട്ടുടമസ്ഥൻ ഭക്ഷണം കൊണ്ടുവന്ന് കോലായിൽ വെച്ചു. അദ്ദേഹം അകത്തേക്ക് പോയി. ഈ കുട്ടി ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. മൂന്നാമത്തെ ദിവസം ഉദാഹരിച്ചു. കുട്ടിയുടെ മനസ്സിനകത്ത് ചെറിയ പ്രയാസങ്ങൾ നാം എടുക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ഈ വീട്ടുടമസ്ഥൻ എന്നോടൊപ്പം ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന ആ കൊച്ചുകുട്ടിയുടെ മനസ്സിനകത്ത് നിന്നുകൊണ്ട് ആ നൊമ്പരം, ആ പ്രയാസം ഉടലെടുക്കാൻ തുടങ്ങിയ ദിവസങ്ങൾ കഴിഞ്ഞു.
ഒരിക്കൽ പോലും അദ്ദേഹം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. കുട്ടിക്ക് പ്രയാസമായി. എന്നോട് പറയുന്നു, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, അദ്ദേഹം നമുക്ക് ഇഷ്ടമില്ലാതെയാണോ ഭക്ഷണം തരുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. പണ്ടാരടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം ഉണ്ടല്ലോ ഉസ്താദ്മാർക്ക് വേണ്ടി. അപ്പൊ ഒരു പക്ഷേ ഈ കുട്ടി ഇങ്ങനെ സംശയിച്ചേക്കാം, ഇഷ്ടമില്ലാത്ത ഭക്ഷണം കൊടുക്കുകയാണ്. ഉസ്താദിനോട് തുറന്നു പറഞ്ഞു അത്ര. ഉസ്താദ് പറഞ്ഞു നിർവാഹമല്ല. എന്നിട്ട് കുട്ടി പറഞ്ഞു, ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകില്ല. ഒരിക്കൽ പോലും എന്റെ കൂടെ ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങോട് അബൂബക്കർ സാഹിബ് ഉസ്താദിനോട് വേറെ വീട് ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ പെണ്ണുങ്ങോട് അബൂബക്കർ സാഹിബിനോട് ഉസ്താദ് പറഞ്ഞത്ര യാതൊരു നിർവാഹവുമില്ല, അവിടെ ഇരുന്ന് കഴിക്കുക, ആ വീടല്ല, വേറെ വീട് കിട്ടാനില്ല, അതുകൊണ്ട് അവിടെ തന്നെ പോകണം. ഏതായാലും 1-2 ദിവസം ഈ കുട്ടി ആ ഭക്ഷണം കഴിക്കാൻ ആ വീട്ടിലേക്ക് പോയില്ലത്ര. അദ്ദേഹം തൊട്ടടുത്ത കടയിൽ നിന്നുകൊണ്ട് ചായപ്പൊടിയത് കട്ടൻ ചായ മറ്റോ കുടിച്ചു ഉള്ള ചില്ലറ കാശ് കൊണ്ട് ചായ കുടിക്കുക കുറച്ചു ദിവസം. അവസാനം ഈ പടക്കോട് അബൂബക്കർ സാഹിബ് പറഞ്ഞു, ഞാൻ ആ വീടിനെ കുറിച്ചുകൊണ്ട് അന്വേഷിച്ചു. ആ വീടിനെ കുറിച്ചുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, അന്തം വിട്ടുപോയത്. എന്താണ് ആ വീട്ടിലെ സംഭവം എന്നറിയോ? ആ വീട്ടിൽ ഉച്ചനേരത്ത് ഭക്ഷണം, അരിഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ കുട്ടിക്ക് വേണ്ടി മാത്രമാണ്, ഈ മുത്താലിബിന് വേണ്ടി മാത്രമാണ് ആ വീട്ടിൽ ഉച്ചനേരത്ത് അരിഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ കുട്ടി ഭക്ഷണം കഴിക്കാനിരിക്കും, ഈ കുട്ടിക്കുള്ള ഭക്ഷണമോ ആ വീട്ടിൽ ഉച്ചക്ക് കട്ടൻ ചായ, കപ്പ പുളിഞ്ഞതോ ചേമ്പ് പുളിഞ്ഞതോ ആണ്, ചമ്മന്തിയുമാണ് ആ വീട്ടിൽ. അദ്ദേഹത്തിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉച്ചനേരത്ത് ഉണ്ടാക്കുന്നത്. 2 നേരത്ത് ചോറ് വെക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മുത്താലിമിനെ ആദരിച്ചുകൊണ്ട്, ആ കൊച്ചുകുട്ടിയെ ആദരിച്ചുകൊണ്ട് അവിടെ ഉച്ചനേരത്ത് അരിയാഹാരം ഉണ്ടാക്കുന്നത് ഈ കൊച്ചുകുട്ടിക്ക് മാത്രമാണ്. മറ്റുള്ളവരൊക്കെയും ആ വീട്ടിലെ അദ്ദേഹത്തിന്റെ രക്തത്തിൽ പറന്ന മക്കൾ, തന്റെ പ്രിയപ്പെട്ട പ്രേയസി, തന്റെ പ്രിയപ്പെട്ട ഭാര്യ, അദ്ദേഹം തന്നെയും ആ കുടുംബത്തിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നത്, അരി ഉണ്ടാക്കുന്നത് ഈ മുത്താലിമിന് മാത്രമാണ്. ഇദ്ദേഹം കൂടി ഇരുന്നാൽ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, തികയില്ല. അതുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ആ മനുഷ്യൻ ദിവസവും വീട്ടിലെ അകത്തേക്ക് പോവുക. കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഇത്തിരിയെ ഭക്ഷണം ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു തുലാസിലിട്ട് തൂക്കിയാൽ ഇതിന്റെ തൂക്കം, അതിന്റെ ആഴം, അതിന്റെ പരപ്പ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടില്ല. എന്തുമാത്രം കനമുണ്ട് ആ സമർപ്പണത്തിൽ. ദീനിന്റെ അഹുരികാരെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് ഊട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ദീനാണ് കേരളത്തിലെ ഇസ്ലാമിക സമൂഹം. ആ കേരളത്തിന്റെ ഇൽമിന്റെ പ്രത്യേകത മറ്റു പ്രദേശങ്ങളെ പോലെയല്ല. നിങ്ങൾ അറിയുമോ, 1964 നമ്മുടെ സമസ്തയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ഒരു പത്രമായിരുന്നു സുന്നി ടൈംസ് എന്ന് പറയുന്ന പത്രം. അതിന്റെ 1964 ഒരു കൊല്ലത്തെ ലക്കം ഏറെക്കുറെ പിന്നിപ്പോയിട്ടുണ്ടെങ്കിലും അത് ഈ വിനീതന്റെ കയ്യിലുണ്ട്. ഒരു കുടുംബത്തിൽ നിന്നുകൊണ്ട് കിട്ടിയ അമൂല്യമായ നിധി. 1964 ആ പത്രം 3ാമത്തെ പത്രമായി കടന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ ചുരുക്കുകയാണ്. 3ാമത്തെ പത്രമാണ് നമ്മുടെ സമസ്തയുടെ നേതൃത്വത്തിൽ. ആ പത്രത്തിൽ 1964 ആദ്യത്തെ ലക്കത്തിൽ അതിൽ ഗവർണറൊക്കെ, രാഷ്ട്രപതിയൊക്കെ അതിൽ ആശംസ നേരുന്നുണ്ട്. ആ പത്രം തുടങ്ങുന്ന സമയത്ത് ആ പത്രത്തിന്റെ മുഖപ്രസംഗം, ആദ്യത്തെ ദിവസത്തെ മുഖപ്രസംഗം, ആ മുഖപ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അഭിനന്ദനാർഹം എന്നാണ് അതിന്റെ താല്പര്യം. അഭിനന്ദനാർഹം. ആർക്കാണ് അഭിനന്ദനം? അഭിനന്ദനം കൊടുക്കുന്നത് ആ ലേഖനത്തിൽ പറയുന്നു, ആ എഡിറ്റോറിയലിൽ പറയുന്നു, അന്ന് കേരളത്തിൽ 1000-ഓളം വരുന്ന മദ്രസകളുണ്ട്. 1000-ഓളം വരുന്ന മദ്രസകൾ, കുറച്ച് ദർസുകളുണ്ട്. ഈ ദർസും ഈ മദ്രസയിലും പഠിക്കുന്ന ഉസ്താദുമാർക്കും പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സമുദായം കാണിക്കുന്ന താല്പര്യത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് ആ സുന്നി ടൈംസിന്റെ ആ പത്രത്തിന്റെ പ്രഥമ ലക്കത്തിൽ, അതിന്റെ ആമുഖമായി കൊണ്ടിറങ്ങിയ പത്രത്തിൽ അതിന്റെ എഡിറ്റോറിയലിൽ നോക്കൂ നിങ്ങൾ, എന്തുമാത്രം സമർപ്പണം. ശമ്പളം കൊടുത്തതിനെ അല്ല അവിടെ പറയുന്നത്,
അവരെ കൂട്ടാൻ വേണ്ടി, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കേരളീയ മുസ്ലിം ഉമ്മത്ത് കാണിച്ച താല്പര്യത്തിന്റെ മഹത്വത്തെ വാനോളം പുകഴ്ത്തുകയാണ് ആ എഡിറ്റോറിയലിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ദീൻ, അതാ മലയാളക്കരയിലെ സവിശേഷത. അതുകൊണ്ടല്ലേ തമിഴ്നാട്ടിൽ പോയാൽ മലയാളി, നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, അത് ഹറമിൽ പോയാൽ മതിയല്ലോ. ഹറമിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കുന്ന നേരം ബാക്കിൽ നിന്നൊന്ന് നോക്കുക, ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് നോക്കുക. ഹറമിന്റെ പ്രത്യേകത എന്താ? ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നുള്ള ആളുകളുണ്ടാവും. ആ നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും, ഇന്നവനും 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 മലയാളിയാണോ, ഇന്നാളും 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 മലയാളിയാണ്. നിസ്കാരം നോക്കിയിട്ട് ഏതു നാട്ടുകാരനാണെന്ന് പറയാൻ കഴിയുമെങ്കിൽ ഇൽമിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിപ്ലവം, അതിന് തുലനം നൽകാൻ, അതിന്റെ ആഴവും പരപ്പും പരിശോധിക്കാൻ, നിഗമനത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അത്രമേൽ വലിയൊരു സമർപ്പണമാണ് കേരളീയ മുസ്ലിം ഉമ്മത്ത് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചക്രം ഞാൻ പറഞ്ഞു, അത് ഇൽമിന്റെ ചക്രമാണ്. രണ്ടാമത്തത് നമ്മുടെ സംഘബോധമാണ്. സംഘബോധം ഇൽമിന്റെ ചക്രം. ഒന്നാമത്തതിന്റെ സിംബലാണ് നമ്മുടെ മദ്രസകൾ, അറബി കോളേജുകൾ ഉൾപ്പെടെയുള്ള പ്രതിശാലമായ ഇസ്ലാമിക സമാജത്തിന്റെ ശിഖാരങ്ങളായി ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. രണ്ടാമത്തെ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ സംഘബോധം. അതിന്റെ സിംബലേത അതാണ് മഹല്ല് സംവിധാനം. മഹല്ല് സംവിധാനം നമുക്കറിയാം. മക്കത്ത് പോയാൽ കഅബ ഷരീഫിനെ നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ കഅബയെ നമ്മൾ ഉംറ ചെയ്യുന്ന സമയത്ത് തവാഫ് ചെയ്യുന്നു. ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ തവാഫ് ചെയ്യുന്നു. അവിടെ ഒരു മാഗ്നറ്റിക് പവർ രൂപപ്പെടുന്നുണ്ട്, ഒരു കാന്തിക വല. അതിനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ഓരോ നാട്ടിലും 100, 150, 200 വീടുകളുള്ളടത്ത് നമ്മുടെ മലയാളക്കരയിൽ ഓരോ നാട്ടിലും സെന്ററിലായിട്ടൊരു പള്ളി, അതിന് ചുറ്റുഭാഗവും വീട്. എന്തുമാത്രം മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഇത് തമിഴ്നാട്ടിൽ പോയാൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ അറബ് രാജ്യത്ത് പോലും ഇതുപോലത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല. ആ പള്ളിയുടെ നേതൃത്വത്തിൽ ആ മഹല്ലിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഒരുമിച്ച് നിർത്തി അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് മാത്രമല്ല, ഭൗതികമായ കാര്യങ്ങൾക്ക് പോലും കേന്ദ്രമായി വർത്തിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിപ്ലവത്തിന്റെ രണ്ടാമത്തെ ചക്രമാണ് മഹല്ല് സംവിധാനം എന്നത്. ഇത് രണ്ടും നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയണം. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് പോലും ഒരു കാലത്ത് ആശ്രയിച്ചിരുന്നു ഈ കേന്ദ്രം. നമുക്കറിയാലോ മങ്കൂസ് മൗലിദ് രചിക്കപ്പെടാനുണ്ടായ സാഹചര്യം എന്താ? ആ മങ്കൂസ് മൗലിദ് രചിക്കപ്പെടാനുണ്ടായ സാഹചര്യം പോലും ഒരർത്ഥത്തിൽ ഭൗതികമായ ഒരു ആവശ്യത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഓടിച്ചെന്നില്ലേ? മലബാറിലെ മക്ക എന്ന പേരിൽ അറിയപ്പെട്ട പൊന്നാനി പള്ളിയിലേക്ക് ഓടിച്ചെന്നിട്ട് പള്ളിയിലെ ഉസ്താദിനോട് സങ്കടം പറഞ്ഞിട്ട് ഉസ്താദ് ഒറ്റ ഇരിപ്പിലിരുന്ന് എഴുതിക്കൊടുത്ത പ്രവാചക പ്രകീർത്തന കാവ്യമാണ് മങ്കൂസ് മൗലിദ്. എന്തിനാ പോയത്? പരലോകത്തെ കാര്യം പറയാനല്ല പോയത്. പൊന്നാനിയിലെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ ഓടിച്ചെന്നത് ഉസ്താദിന്റെ മുമ്പിലേക്കാ, പള്ളിയിലേക്കാ ഓടിച്ചെന്നത്, മുദരിസിന്റെ മുമ്പിലേക്കാ ഓടിച്ചെന്നത്. സങ്കടം പറയുന്നു, ഉസ്താദ് ഒറ്റ ഇരിപ്പിൽ ഇരിക്കുന്നു, എഴുതിക്കൊടുക്കുന്നു മങ്കൂസ് മൗലിദ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ വീടുകളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ മഹാവിപത്തിനെതിരെ വിപത്ത് മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദുആ ചെയ്യുക എന്ന് പറഞ്ഞ ആ പൊന്നാനിയുടെ ചരിത്രത്തിൽ പോലും നിങ്ങൾ നോക്കൂ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. നമ്മുടെ മഹല്ല് സംവിധാനവും നമ്മുടെ മദ്രസ സംവിധാനവും. ഇതിനൊരു കോട്ടം വന്നാൽ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഗൗരവത്തിൽ ഈ വിഷയത്തെ നമ്മൾ പരിശോധിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലോകം മുഴുക്കെ അഭിമാനത്തോടു കൂടി പറയുന്ന നമ്മുടെ കൊച്ചു മലയാളക്കരയിൽ നിന്നുകൊണ്ട് ദുരന്ത വാർത്തകൾ കേൾക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടെത്തുമോ എന്ന് നമ്മൾ ശങ്കിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മളേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പ്രചാരണത്തിന് ഇത് നഷ്ടപോകാൻ പാടില്ല. അത് നമ്മൾ എന്തു സമർപ്പിച്ച് ഈ രണ്ടെണ്ണമാണ് പ്രധാനം, അതിനപ്പുറം ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ്. അതുകൊണ്ട് ഉസ്താദ്മാർ ചെയ്യുന്ന ആ സേവനത്തിന് തുലർന്നു നിൽക്കാൻ വേറെ ഒരാളും സേവനം ചെയ്യുന്നില്ല. മതബോധം ഉണ്ടായതുകൊണ്ടാണ് ഈ തറയിൽ നിന്നാണ് നമ്മളിതൊക്കെ കെട്ടിപ്പൊക്കിയത്.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനത്തിലെ പ്രധാനമായി ഊന്നി നിൽക്കുന്നത് നമ്മുടെ വിഷയങ്ങൾ പോലും ഇനി വരാൻ പോകുന്ന സമ്മേളനങ്ങൾ 6 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ നമ്മുടെ സമുദായവുമായി ബന്ധപ്പെട്ട നമുക്ക് വേണ്ട എന്താ ഡയഗ്നോസ് ചെയ്യണം. സമുദായത്തിന്റെ രോഗം എന്താണ് ബാധിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുകൊണ്ട് ഡയഗ്നോസ് ചെയ്യണം. നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ നേരെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതിത്തരും. ഇന്ന ടെസ്റ്റാണ്. നമ്മുടെ സമുദായത്തെ നിലവിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗത്തെ കുറിച്ചുകൊണ്ട് നമുക്ക് ധാരണയുണ്ടാകണം. എനിക്ക് ധാരണയുണ്ടാകണം, നിങ്ങൾക്ക് ധാരണയുണ്ടാകണം. അതാണ് സമസ്തകല ജമിയത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഓരോ കാര്യവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയാണ് ഈ സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നത്. അത് നഷ്ടപ്പെട്ടാൽ വലിയ ദുരന്തത്തിലേക്ക് നമ്മൾ പോകും. ഗൗരവത്തിൽ ഈ വിഷയം കാണണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതോടൊപ്പം പറയാനുള്ളത്, സമസ്തയുടെ ഈ ശാക്തീകരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ മുന്നേറ്റത്തിൽ ഇത് അള്ളാഹുത്താല മലയാളികൾക്ക് കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ചെയ്തു വന്ന ഏറ്റവും വലിയൊരു നിയമത്താണ്. ഇത് തുല്യമായി മറ്റൊരു നിയമത്തില്ല. അത് നമുക്ക് ബോധ്യപ്പെടാൻ ഞാൻ ആമുഖമായി പറഞ്ഞു. പുറത്തു പോയാൽ ബോധ്യപ്പെടും. നാടൊന്ന് വിട്ടുപോയാൽ മതി. നമ്മുടെ ഇവിടുത്തെ സുഖവും ഈ ആത്മീയമായ അന്തരീക്ഷമൊക്കെ നമുക്ക് ബോധ്യപ്പെടാം. പുറത്തു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ആത്മീയമായ അന്തരീക്ഷം ഉണ്ടാക്കി വന്നതിൽ ഒരുപാട് ഘടകങ്ങൾ പങ്കുവച്ചു. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്കറിയാമല്ലോ, 1920കളിൽ ഒരു പ്രത്യേകമായ സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്. ഒന്ന്, 15ാം നൂറ്റാണ്ടു മുതൽ 20ാം നൂറ്റാണ്ട് വരെയുള്ള ഏകദേശം ഒരു 5 നൂറ്റാണ്ട് കാലഘട്ടം കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ചില അസ്വസ്ഥകരമായ ഒരു സാഹചര്യമായിരുന്നു കടന്നുപോയത്. 15ാം നൂറ്റാണ്ട് മുതൽ 20ാം നൂറ്റാണ്ട് വരെയുള്ള ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പോകുന്നവരെയുള്ള കാലഘട്ടം. 14ാം നൂറ്റാണ്ടിലാണല്ലോ നമ്മുടെ തൊട്ടടുത്ത് ഉളിപ്പാടകരയുള്ള കാപ്പാട് എന്ന് പറയുന്ന പ്രദേശത്താണല്ലോ വാസ്കോഡി ഗാമ കപ്പലിറങ്ങിയത്. ആദ്യത്തെ വിദേശി, ഫസ്റ്റ് വിദേശിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വിദേശി വന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള കാപ്പാടാണ്. കാപ്പാട് കപ്പലിറങ്ങി വാസ്കോഡി ഗാമ. ആ വാസ്കോഡി ഗാമ കപ്പലിറങ്ങിയത് മുതൽ അവസാനത്തെ വിദേശിയായ ബ്രിട്ടീഷുകാരൻ നമ്മുടെ നാട് വിട്ടുപോകുന്ന 947 ഓഗസ്റ്റ് 15 വരെയുള്ള ഏകദേശം 450 കൊല്ല കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ചില അസ്വസ്ഥതകളൊക്കെയുള്ള ചില പ്രയാസങ്ങളൊക്കെയുള്ള കാലഘട്ടം. അതിന്റെ അടിസ്ഥാന കാരണം ഇതായിരുന്നു. ഈ വിദേശികളുടെ നമ്പർ 1 ശത്രു എന്ന് പറയുന്നത് ഈ സമുദായം. അതിനും വ്യാപാരപരമായ വാണിജ്യപരമായ ചില ബന്ധങ്ങൾ ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഈ ശത്രുത ഉണ്ടായി എന്നൊക്കെ പഠിക്കുമ്പോ വിശദമായ സമയം വേണം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ ചുറ്റി പറഞ്ഞു വന്നത്, വാസ്കോഡി ഗാമ വന്നത് മുതൽ അവസാനത്തെ ബ്രിട്ടീഷുകാരനും രാജ്യം വിട്ട് പോകുന്നവരെയുള്ള കടിഞ്ഞുപോയ ആ കാലഘട്ടം അല്പം പ്രയാസകരമായ ഒരു കാലഘട്ടമാണ്. ഒന്ന് നമ്മുടെ ആളുകൾക്ക് മുസ്ലിങ്ങൾക്ക് സ്വത്തോ അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. ഒക്കെ കുടിയാന്മാരായി വലിയ സമ്പന്നരായ ആളുകളുണ്ടായിരുന്നു. അവരുടെ സമ്പന്നന്മാരുടെ കീഴിൽ പണിയെടുത്തുകൊണ്ട് ജീവിക്കുന്ന പച്ചപാവങ്ങളായ ആളുകളായിരുന്നു മുസ്ലിം സമുദായം. വളരെ പ്രയാസകരമായിരുന്നു. ഇവരുടെ ശത്രുത വേറെ. ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര് ഉൾപ്പെടെയുള്ള പോർച്ചുഗീസുകാർ ഉൾപ്പെടെയുള്ളവരുടെ ബദ്ധവൈരികൾ ആയി അവർ കണ്ടിരുന്നത് നമ്മുടെ സമുദായം. ആ സമയത്താണ് നമ്മുടെ സമുദായത്തിന്റെ ഉപദ്രവം അതിന്റെ ക്ലൈമാക്സിൽ എത്തുന്നത് 20ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തോടു കൂടിയാണ്. ബ്രിട്ടീഷുകാർ അതിന്റെ എല്ലാ തരത്തിലുള്ള മർദ്ദനവും. ബ്രിട്ടീഷുകാരെന്ന് പറയുമ്പോൾ ആരായിരുന്നു അവര്? ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താ നമ്മൾ വായിക്കുന്നത്? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിലുള്ള ലോകത്തെ വിവിധ പ്രദേശങ്ങളുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് സൂര്യാസ്തമന സമയമാണെങ്കിൽ മറ്റേ സ്ഥലത്ത് സൂര്യ ഉദയ സമയമാണ്. അത്രയേറെ പ്രവിശാലമായ ഭരണ സംവിധാനമുള്ള ബ്രിട്ടീഷുകാരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾ എന്ന് ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞത്. ആ സമയത്താണല്ലോ നമ്മുടെ സമുദായത്തിലേക്ക് ഈ ഫിത്നയുമായി കൊണ്ട് വിദ്വേഷത്തിന്റെ കക്ഷികൾ കടന്നു വന്നത്. സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കി, അസ്വസ്ഥത ഉണ്ടാക്കി, ശൈഥില്യം ഉണ്ടാക്കി കടന്നു വന്ന വിദ്വേഷത്തിന്റെ കക്ഷികൾ. ആ കക്ഷികൾ കടന്നു വന്ന ആ സന്ദർഭം നിങ്ങളൊന്ന് പരിശോധിച്ചു. ഞാൻ പറയുന്നത്
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ഈ മലയാളക്കരയിൽ ഇவ்விதം സംവിധാനിക്കാൻ നമ്മുടെ പൂർവീകരായ മശായിഖന്മാർ, നമ്മുടെ മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠർ അനുഭവിച്ച ത്യാഗവും ബുദ്ധിമുട്ടും എത്രമേൽ വലുതായിരുന്നു എന്ന് സൂചിപ്പിക്കാം. ഒട്ടും അനുകൂലമായിരുന്നില്ല സാഹചര്യം. ആ സമയത്താണല്ലോ അഞ്ചാം പത്തിയുമായി ഫിത്നയുടെ ആശയമായിക്കൊണ്ട് വിദേഹത്തിന്റെ കക്ഷികൾ, ഒന്നാമത്തെ വിദേഹത്തിന്റെ കക്ഷിയായ വഹാബിസം കടന്നു വരുന്നത്. ആ വഹാബിസം കടന്നു ഞാൻ ഈ വിഷയത്തിലേക്ക് പോയി. അതായത് നമ്മൾ സുപ്രഭാതത്തിൽ എത്തി നിൽക്കുമ്പോൾ, അഭിമാനകരമായ സുപ്രഭാതത്തിന്റെ നാടുകളിൽ എത്തി നിൽക്കുമ്പോൾ, അന്നത്തെ കാലത്ത് പോലും സമുദായത്തിനകത്ത് ഫിത്നയെ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം എന്ന് പറയുന്നത് പ്രസിദ്ധീകരണങ്ങളായി. ഒരു ഭാഗത്ത് പ്രസംഗം പുതിയ ചിന്തയുമായി വന്നില്ലേ, ഈജിപ്ഷ്യൻ സലഫിസം, വഹാബിയൻ സലഫിസം, സൗദിയൻ വഹാബിസം, ഇതുമായി കടന്നു വന്ന് നമ്മുടെ സമുദായത്തിനകത്ത് ഫിത്ന കൊണ്ടുവരും 1920. ആ കാലം നമ്മൾ മനസ്സിലാക്കട്ടെ. മലബാറിൽ നേർക്ക് നിന്നിട്ട് യുദ്ധം നടക്കുന്ന സമയം ബ്രിട്ടീഷുകാരെ വിട്ട് ആരാ ഒരു പക്ഷത്തുള്ളത്? നമ്മുടെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, മറുഭാഗത്ത് ബ്രിട്ടീഷുകാർ, ഈ പറഞ്ഞ തൂക്കും കുന്തവും ഒക്കെ എല്ലാ സംവിധാനമുള്ള ബ്രിട്ടീഷുകാരും. അവരോട് യുദ്ധം നടക്കുന്ന സമയത്താണ് സമുദായത്തിനകത്തേക്ക് ശൈഥില്യത്തിന്റെ വിത്തുമായിക്കൊണ്ട് കടന്നു വരുന്ന വിധേയ കക്ഷികളായ വഹാബിസം കടന്നു വരുന്നു. ആ വഹാബിസം കടന്നു നമ്മുടെ സമുദായത്തിനകത്ത് പുതിയ പുതിയ വാദങ്ങളുമായി വന്നു, പുതിയ പുതിയ ചിന്തകളുമായി വന്നു. അതിന് പുറത്തുനിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചു. ഒരവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സമ്പന്നരായിരുന്നു, സാമ്പത്തിക ഭദ്രതയുള്ളവരായിരുന്നു. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് സമുദായത്തിനകത്ത് ഫിത്നയെ ഉണ്ടാക്കിയ സന്ദർഭം അത് കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ സംദിഗ്ധമായൊരു ഘട്ടം. ഞാൻ പറഞ്ഞു, ഒരു 500 കൊല്ലക്കാലത്തോളം പ്രയാസകരമായ സാഹചര്യമാണെങ്കിൽ അതിന്റെ ഒടുക്കം എന്ന നിലക്കുള്ള 2020-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടം വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ആ സമയത്താണ് സമുദായത്തിനകത്ത് ഫിത്നയുമായിക്കൊണ്ട് വഹാബി പ്രസ്ഥാനം കടന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മുടെ ഉസ്താദുമാരെടുത്ത എഫേർട്ട്, അന്ന് നമ്മുടെ പൂർവികരായ മശായിഖന്മാരെടുത്ത എഫേർട്ട് എന്തുമാത്രം പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. ബഹുമാന്യനായ മുസ്തഫ ശിഫി ആ കാര്യങ്ങളോട് സൂചിപ്പിച്ചു. പുതിയ ചിന്ത വന്നു, നമ്മൾ പകച്ചു നിൽക്കുന്ന സന്ദർഭം എത്രത്തോളം എന്ന് വെച്ചാൽ ഈ വഹാബി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് 1920-കളോടുകൂടിയാണ്. അതിന്റെ ബീജങ്ങൾ കടന്നത് 1920-കളോടുകൂടി അതിന്റെ ബീജങ്ങൾ അവിടെ ഇവിടെയൊക്കെ പുറത്തുവരുന്നു. ആദ്യം വന്നത് 1921 അൽ-മനാർ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം. അൽ-മനാർ 1921 വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് കടന്നു വന്ന അവരുടെ പ്രസംഗങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ അതിനെ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി വലിയ ആയുധമായിക്കൊണ്ട് അവർ ഉപയോഗപ്പെടുത്തിയത് പ്രസിദ്ധീകരണങ്ങളെയാണ്. അങ്ങനെയാണ് 1921 അൽ-മനാർ വരുന്നത്. 1923 2 പത്രം അവർ പുറത്തിറങ്ങി. ഒന്ന് മുസ്ലിം ഐക്യം, ഒന്ന് അൽ-മുർഷിദ് എന്ന പേരിൽ 3. 1925 അൽ-ഇസ്ലാഹ് എന്ന പേരിൽ അവർ പത്രം. 4 കൊല്ലത്തിനകം അവർ പുറത്തിറക്കിയ 4 പ്രസിദ്ധീകരണം. അൽ-മനാർ, അൽ-ഇസ്ലാഹ്, അൽ-മുർഷിദ്, ഐക്യസംഘം എന്ന് തുടങ്ങി. നോക്കൂ നിങ്ങൾ, സമസ്തകളെ ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്ന 1926-ലാണ്. സമസ്തകളെ ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യമാണ്. അതായത് ഒരു ഭാഗത്ത് പ്രസംഗം, പ്രഭാഷണങ്ങള്, വിദേഹത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. അതിനാക്കം കൂട്ടാനെന്ന വണ്ണം പ്രസാധന രംഗത്തേക്ക്, പ്രസിദ്ധീകരണ രംഗത്തേക്ക് വിദേഹത്തിന്റെ കക്ഷികൾ കടന്നു വന്നുകൊണ്ട് വലിയൊരു അപകടത്തിന്റെ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ആ സമയത്താണല്ലോ സമസ്ത രൂപീകരിക്കപ്പെടുന്ന ചരിത്രം നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. സമസ്ത രൂപീകരിക്കപ്പെടുന്നു. ആദ്യമായി സമസ്ത നടത്തിയ ഏറ്റവും പ്രായോഗികമായ ഒരു ശ്രമം എന്ന് പറയുന്നത് സ്വന്തമായൊരു പ്രസിദ്ധീകരണം ഉണ്ടാവുകയായിരുന്നു. സ്വന്തമായ പ്രസിദ്ധീകരണം ഉണ്ടാവാൻ 1929 സമസ്തകാല ജമിയത്തുൽ ഉലമയുടെ 3ാം സമ്മേളനം ചെമ്മൻകുടിയിൽ ചേരുകയാണ്. ചെമ്മൻകുടി, വല്ലപ്പുഴക്കടുത്ത ചെമ്മൻകുടിയിൽ അതിന്റെ 3ാമത്തെ സമ്മേളനം നടത്തി. മഹാന്മാരായ പണ്ഡിതന്മാർ ആ സമ്മേളനത്തിൽ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്നു. ഒരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിരിക്കുന്നു. വിദേഹത്തിന്റെ ആളുകൾ അവരുടെ പ്രസംഗത്തിന് പുറമെ അവർ പുതിയൊരായുധം കൂടി രംഗത്തിറക്കിയിരിക്കുന്നു. അതാണ് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ. അതിനെതിരെ നാം കരുക്കൾ നീക്കണം, അതിനെതിരെ പ്രതിരോധിക്കണം. ആ
അങ്ങനെ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 1921 ജനുവരിയിലാണ് 1929 ജനുവരി മാസത്തിലാണ് ആ ചെമ്മൻകുടിയിലെ 3ാം സമ്മാനം നടക്കുന്നതെങ്കിൽ ആ കൊല്ലം തന്നെ 1929 സമസ്ത രൂപീകരിക്കപ്പെട്ട് 3 വർഷങ്ങൾക്ക് ശേഷം 1929 ഡിസംബർ മാസത്തിൽ ഒരു കൊല്ലം തികയുന്നതിന്റെ മുമ്പായിക്കൊണ്ട് മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രഥമ പ്രസിദ്ധീകരണം പുറത്താണ്. നോക്കൂ, അവർ കാണിച്ച പ്രതിബദ്ധത, അവരെന്തുമാത്രം ദീർഘദൃഷ്ടിയോടുകൂടിയാണ് കാര്യങ്ങൾ നീക്കിയത്. അൽ ബയാൻ എന്ന പേരിൽ പുറത്തിറങ്ങിയ ആ പത്രം, അത് തുടക്കത്തിൽ 4-5 ലക്കമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. പിന്നെ നിന്നുപോകുന്ന ഒരു സാഹചര്യം അതുണ്ടാകേണ്ട. ആ പത്രം പുറത്തിറങ്ങി അതിന്റെ ആദ്യത്തെ ലക്കത്തിന്റെ 1ാമത്തെ പേജിൽ, ഇത് അറബി മലയാളത്തിലായിരുന്നു ഈ പത്രം, 1ാമത്തെ പേജിൽ ഈ പത്രം പുറത്തിറങ്ങുന്നതിന്റെ താല്പര്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചത്. ഇന്നും അതിന്റെ കോപ്പികളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അൽ ബയാനിൽ ഇതെന്തിനു വേണ്ടി അവിടെ പറഞ്ഞ ഒരു പോയിന്റ് എന്താണ്? ഒരേ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ: വിശ്വാസ സംരക്ഷണം, ആദർശ സംരക്ഷണം. ബഹുമാന്യനായ മുസ്തഫ അഷ്റഫ് ഇക്കാര്യം ഇതുവരെ പറഞ്ഞാൽ തന്നെ ആദർശ സംരക്ഷണം നിങ്ങൾ നോക്കണം. ആ സാഹചര്യം എന്താ? 921 മലബാർ കലാപം നടക്കുന്ന സമയം. ആ കലാപത്തിന്റെ അനന്തരഫലമായിക്കൊണ്ട്, ആ കലാപത്തിന്റെ ബാക്കി പത്രമായിക്കൊണ്ട് ഓരോ വീട്ടിലും നിരവധി യതീം കുട്ടികളുള്ള സമയം. നേരെ വീട്ടിലേക്ക് ബ്രിട്ടീഷ് പട്ടാളക്കാരൻ കടന്നു വരിക, വീട്ടിലുണ്ടായിരുന്ന പുരുഷനെ പിടിച്ചു പുറത്തേക്ക് ഇറക്കുക, നേരെ നിന്നിട്ട് തോക്ക് നേരെ ചൂണ്ടിയിട്ട് വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം 920-30 കാലഘട്ടമാണ്. നിരവധി യതീം കുട്ടികൾ, ഒരു വീട്ടിൽ തന്നെ 5-8 യതീം കുട്ടികൾ ഉണ്ടായിരുന്നത്രേ. കൊച്ചു കുട്ടികൾ വാപ്പ മരിച്ചുപോയി, കൊന്നു. എത്രയാളാ മരിച്ചു വീണത്? ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിൽ നമ്മുടെ മലയാളക്കരയിൽ 10,000-കണക്കിന് ആളുകൾ മരിച്ചു വീണു. അതിൽ പല ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി അന്തമാനിലേക്ക് നാടുകടത്തി, മറ്റു സ്ഥലങ്ങളിലേക്ക് നാടുകടത്തി, അവിടെ വെച്ചുകൊണ്ട് പീഡിപ്പിച്ചു. അങ്ങനെ നാട്ടിൽ വന്നവർ പോലും ക്രൂരമായ പീഡനത്തിന്റെ അനന്തരഫലമായിക്കൊണ്ട് പിന്നീട് മക്കളെ അനാഥമാക്കിക്കൊണ്ട് 10-30-35 വയസ്സുള്ള ആളുകൾ പോലും മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രയേറെ പ്രയാസകരമായ ഒരു ഘട്ടം. അവിടെ സമസ്ത ഒരു പത്രം ഇറക്കുമ്പോൾ അതിന്റെ 1ാമത്തെ അജണ്ടയായി പറഞ്ഞ എന്താണെന്നറിയോ? 1ാമത്തെ അജണ്ടയായി പറഞ്ഞത് വിശ്വാസ സംരക്ഷണം. വിദേഹത്തിന്റെ കക്ഷികൾ സമുദായത്തിനകത്ത് ഫിത്നയുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രിഫേസിൽ 1ാമത്തെ പേജിൽ എഴുതി വെച്ചത് ആദർശ സംരക്ഷണം, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ സംരക്ഷണം, അതാണ് പരമപ്രധാനം എന്നതായിരുന്നു അതിന്റെ 1ാം പേജിൽ എഴുതി വെച്ചത്. അതിന്റെ എഡിറ്റോറിയൽ, ആ 1ാമത്തെ ലക്കത്തിന്റെ എഡിറ്റോറിയൽ ഇത് വിശദമായി പറയുന്നുണ്ട്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ സംരക്ഷണം. അവിടെ എന്തിനെ കുറിച്ച് ആദ്യം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെയാണെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? അവർ എത്തിക്കാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. വിധവകളെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിരുന്നു അന്ന് മാപ്പിളമാരുടെ അവസ്ഥ. അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി അവർക്ക് അന്നം കൊടുക്കുന്നതിനെ കുറിച്ച് കൊണ്ടായിരുന്നു ചിന്തിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വെയിറ്റേജ് കൊടുത്തത്, ഏറ്റവും പ്രയോറിറ്റി കൊടുത്തത് ആദർശം സംരക്ഷിക്കാൻ വേണ്ടി, ആശയം സംരക്ഷിക്കാൻ വേണ്ടി. അതാണ് പരമപ്രധാനം. 936-ലാണല്ലോ സമസ്തയുടെ ഭരണഘടന വരുന്നത്. ആ ഭരണഘടന 936-ൽ സമസ്തയുടെ ഭരണഘടന തയ്യാറാക്കിയപ്പോ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് അതിന്റെ ഭരണഘടനയില് ഒരു വകുപ്പുണ്ട്, അതാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അപ്പൊ അതിൽ ആ ഭരണഘടന തയ്യാറാക്കിയപ്പോ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ABCD എന്ന് പറഞ്ഞിട്ട് പറയുന്നത് 4 ഉദ്ദേശ ലക്ഷ്യം. അതിൽ 1ാമത് പറഞ്ഞത് എന്താ അറിയോ? 1ാമത് പറഞ്ഞത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രചാരണമാണ്. 2ാമത് പറഞ്ഞത് ബിദഅകളെ പ്രതിരോധം. പിന്നെ 3-4 ആക്കാൻ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഞാൻ 2 സംഭവമാണ് ഇവിടെ പറഞ്ഞത്. ഒരു പത്രം സമസ്ത
സമസ്തകളെ ജമിയത്തുലമ പുറത്തിറക്കുമ്പോൾ അതിന്റെ പിന്നിലെ താല്പര്യം എന്ത്? ആമുഖത്തിൽ പറയുന്നത് വിശ്വാസ സംരക്ഷണമാണ്, വിദേഹത്തിനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭരണഘടനയിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസമാണ് കാരണം. അത് കോട്ടം തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറ്. സുപ്രഭാതത്തിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. സുപ്രഭാതത്തിന്റെ ലക്ഷ്യമുണ്ട്. നമ്മൾ പൊതുപത്രം എന്നൊക്കെ പറയും, ഞാൻ ചുരുക്കുക, പൊതുപത്രം എന്നൊക്കെ പറയും. പൊതുപത്രം എന്നൊക്കെ നമ്മള് പൊതുവേദിയിലൊക്കെ നമ്മൾ പറയും, പൊതുപത്രം തന്നെയാണ്. എന്തിനാ നമ്മൾ പൊതുപത്രം എന്ന ആശയം കൊണ്ടുവരാൻ കാരണം? ബാപ്പുസാറാണ് ആശയം കൊണ്ടുവന്നത്. പൊതുപത്രമായാൽ മുമ്പ് അന്ന് പറഞ്ഞ എന്താ അറിയോ? പൊതുപത്രമായാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ മറ്റാളുകളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ചില താല്പര്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിൽ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യം എന്താ? ഞാനീ പറഞ്ഞ ഒന്ന്, നമ്മൾ 3 വൃത്തം ചുരുക്കുക, 3 വൃത്തം വരയ്ക്കും, ഒരു വലിയ വൃത്തം വരയ്ക്കും. ആ വലിയ വൃത്തം എന്ന് പറയുന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും, കാനേഷുമാരി മുസ്ലിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വൃത്തം. അവരുടെ അവകാശ സംരക്ഷണമാണ് സുപ്രഭാതത്തിന്റെ ഒരു ലക്ഷ്യം. അവരുടെ അവകാശ സംരക്ഷണം, എല്ലാ സമുദായത്തിനും മൊത്തം അവകാശ സംരക്ഷണം. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ പത്രത്തിന്റെ 11 വർഷത്തെ ലക്കങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടും. ഏത് വിഷയത്തെയും, സമുദായത്തിന് നേരെ വരുന്ന ഏത് പ്രശ്നത്തെയും നമ്മൾ ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സമയമാറ്റ വിഷയത്തിൽ ശക്തമായ നിലപാട് നമ്മളെടുത്തത്, ശക്തമായി സമത്വ നിലപാടെടുത്തത്. അതുകൊണ്ടാണ് സമുദായത്തിന് നേരെ വരുന്ന ഏത് അറ്റാക്കിനെയും നമ്മൾ നേരിടും. കഴിഞ്ഞ 11 കൊല്ലത്തെ പത്രം എടുത്ത് അങ്ങനത് ബോധ്യപ്പെടും, ഞാൻ തെറ്റിപ്പിക്കുന്നില്ല. രണ്ടാമത് ആ വൃത്തത്തിനകത്ത് രണ്ടാമത് വൃത്തം, അതിനകത്ത് അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, അതിന്റെ ലക്ഷ്യം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. മൂന്നാമത് അതിനകത്തൊരു വൃത്തമുണ്ട്, ആ വൃത്തമാണ് സമസ്ത കേരള ജമിയത്തുലമ. ഈ 3 തൂണിലാണ് സുപ്രഭാതത്തെ സ്ഥാപിക്കപ്പെട്ടത്. ഒന്ന്, മുസ്ലിം സമുദായം എന്ന നിലയ്ക്ക് നമ്മൾ പൊതുവായി കാനേഷുമാരി മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള അവകാശ അധികാരങ്ങൾ ചോദിച്ചു വാങ്ങുകയും നേടിയെടുക്കുകയും ചെയ്യുക എന്നത്. രണ്ടാമത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, അത് മാത്രമാണ് സത്യം, മറ്റതൊക്കെ പഴച്ചതാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നേരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും അതിന്റെ സുന്നത്ത് ജമാഅത്തിനെ സ്ഥാപിക്കുകയും ചെയ്യുക. 3 സമസ്തകളുടെ ജമിയത്തുലമ. ഈ ഇസ്സത്തൊക്കെ ഉണ്ടാക്കി തന്നത് സമസ്തകളുടെ ജമിയത്തുലമ. സമസ്ത ഈ 2 ചക്രം വളരെ ഫലവത്തായി ഉപയോഗപ്പെടുത്തിയപ്പോ ആ മോട്ടോർ ബൈക്കിൽ നമ്മൾ മുമ്പിൽ എത്തുകയാണ്. അപ്പൊ ഇത് 3 സംരക്ഷണവുമാണ് സുപ്രഭാതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. എന്നാലോ നമ്മൾ പൊതുപത്ര സംശയമൊന്നും വേണ്ട, എല്ലാവരും വാർത്തയും കൊടുക്കുക. എന്തിനു വേണ്ടിയാണ്? വകുപ്പ അന്ന് പറഞ്ഞാൽ ദീർഘതെറ്റി ഞാൻ ഇന്ന് ഓർക്കുക, അന്ന് മുമ്പ് ചർച്ചയെ പറഞ്ഞത്. ഇത് സംഘടനന്റെ പത്രമാണ്. എന്താ സംഭവിക്കുക? ആ സംഘടനക്കാരെ അത് വാങ്ങും, മറ്റു മതക്കാരായ ആളുകൾ വാങ്ങൂല, മറ്റു രാഷ്ട്രീയക്കാരായ ആളുകൾ ഇത് വാങ്ങൂല. ഇത് പൊതുപത്രമായാലോ എല്ലാവർക്കും ആക്സസ് ഉണ്ട്, എല്ലാവരും വാങ്ങും. അതിലൂടെ നമ്മൾ ഈ ആശയം നടപ്പിലാക്കണം. അക്ഷരങ്ങൾക്കിടയിൽ, വരികൾക്കിടയിൽ, വാക്കുകൾക്കിടയിൽ സമർത്ഥമായി നമ്മുടെ ഈ 3 ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലക്കാണ് പൊതുപത്രം എന്ന കാഴ്ചപ്പാട് അനുസരിച്ച്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര്, നമുക്ക് ഈ വർഷത്തെ ക്യാമ്പയിൻ അമ്പൻ വിജയമാക്കണം. ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റ് 1 മുതൽ 15 കൂടിയ ദിവസങ്ങളിലാണ് ഈ പ്രാവശ്യത്തെ ക്യാമ്പയിൻ. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ പരിപാടികൾ, അത് സമ്മേളനം ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ വിജയിപ്പിക്കണം. അപ്പൊ അതിനാവശ്യമായ പദ്ധതികൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഞാൻ ദീർഘിപ്പിച്ച് അതിന്റെ വിശദം പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് ഇതിന്റെ സർക്കുലർ PDF ആയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലെത്തും. ഇതിപ്പോ കൊല്ലത്തിൽ നടത്തുന്ന, ആണ്ടുതോറും നടത്തുന്ന ഒരു പരിപാടിയാണ്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് സുപ്രഭാതം ക്യാമ്പയിൻ 11 കഴിഞ്ഞത്. ഇപ്പൊ നടക്കാൻ പോകുന്നത് 12. ഇത് കാണാതെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഓരോരുത്തരും. കാരണം ഉസ്താദുമാരാണ് ഇതിന്റെ ഔദ്യോഗിക ഉടമകൾ. ഇതിന്റെ ഉടമകൾ എന്ന് പറയുന്ന ഉസ്താദുമാരാണ്. അന്ന് ഞാൻ ഓർക്കുന്നു, അതായത് ആരെ ഏൽപ്പിക്കൂ എന്ന ചർച്ച നടന്നപ്പോൾ അന്ന് ജംഷീദ് ഉസ്താദ്, കാളപ്പാടി ഉസ്താദ്, ബാബു ഉസ്താദ് ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, അവിടെ ഒറ്റ ആലോചന നടന്നിട്ടുള്ളൂ. ഇത് ഏൽപ്പിക്കാനെ കുറിച്ച് നമ്മൾ വേറെ ആരെ കുറിച്ചും ആലോചിക്കേണ്ട, അത് ജമിയത്തുൽ മുഅല്ലിമീനെ ഏൽപ്പിച്ചാൽ മതി. എന്താ ജമിയത്തുൽ മുഅല്ലിമീന്റെ ആ നെറ്റ്വർക്കാണ്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഓടുന്ന ഞരമ്പുകളില്ല, ഞരമ്പുകൾ, അതുപോലെയാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ ശരീരത്തിലെ ഞരമ്പുകളായിക്കൊണ്ട് വർക്ക് ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ. എല്ലാ സ്ഥലത്തും നെറ്റ്വർക്കുണ്ട്. അട്ടപ്പാടി പോയാൽ അവിടെ പോലും നമ്മുടെ സമസ്തയുടെ മദ്രസ ഉണ്ട്, ലക്ഷദ്വീപിലുണ്ട്, അവിടൊക്കെ സുപ്രഭാതം ഉണ്ട് കേട്ടോ. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ വരുന്ന പത്രം സുപ്രഭാതം. അന്തമാൻ സമസ്തയുടെ മദ്രസ ഉണ്ട്. എവിടെയല്ലാത്ത മലയാളികൾ ഇവിടെ ഉണ്ടൊക്കെ
ലണ്ടനിൽ പോലും സമത്വയുടെ മദ്രസ, ലണ്ടനിൽ പോലും. ഇപ്പൊ നമ്മള് ഈ ലേണിംഗ് സംവിധാനം തുടങ്ങിയല്ലോ. ഏകദേശം 28 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഈ ലേണിംഗ് സംവിധാനത്തിലൂടെ സമത്വയുടെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സംഭവം ചുരുക്കിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വ്യവസ്ഥകളൊക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ PDF കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരും. ഈ പ്രാവശ്യം 20% വർധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 20% വർധന കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഓരോ കൊല്ലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിംഗിൽ അവരെടുത്ത തീരുമാനം 100% വർധനമാണ്. അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, കാസർഗോഡാണ് സമത്വയുടെ സമ്മേളനം നടക്കാൻ പോകുന്നത്, 100ാം വാർഷിക സമ്മേളനം. അവരെടുത്ത് 100% വർധനമാണ്. എന്നാൽ മറ്റ് ജില്ലകളിലൊക്കെ 20% വർധനം ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ശ്രമിച്ചാൽ അത് നടക്കും. എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും അള്ളാന്റെ ദീൻ ഇവിടെ നിലനിർത്തുക, അതിലപ്പുറം ഒരു താല്പര്യവും. പരിശുദ്ധമായ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന് ഒരു പരിക്ക് ഏൽപ്പിക്കാൻ നമുക്ക് അനുവാദം കൊടുത്തുകൂടാ. ചെറുത്ത് നിന്നേ പറ്റൂ. വിദഗ്ധത്തിന്റെ കക്ഷികളായ വഹാബി പ്രസ്ഥാനവും മൗദൂദി പ്രസ്ഥാനവും കൃത്യമായി പ്ലാനിംഗ് ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ശാക്തീകരണത്തെ അത് ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഈ പോരാട്ടത്തിന് പ്രധാനമാണ് നമ്മുടെ സമ്മേളനം വിജയിക്കല്, അതോടൊപ്പം സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ വിജയിക്കല്, നമ്മുടെ മദ്രസ സംവിധാനത്തിന് ഒരു കോട്ടവും തട്ടാതെ വരെ തന്നെ സംരക്ഷിക്കൽ ഉൾപ്പെടെയുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം അപേക്ഷിക്കേണ്ടതില്ല. നിങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സുപ്രഭാതവും മോശമല്ലാത്തൊരു മുന്നേറ്റം ഈ പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.